നമസ്കാരം. എൻ്റെ പേര് ആദിത്യ പി വർമ്മ എന്നാണ്. ഞാൻ ബ്രില്യൻറ്റിലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ എനിക്ക് IUQJS പാർട്ട് 1 സെലക്ഷൻ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഈ IUQJSന്റെ ചില ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, IUQJS എന്ന് പറയുന്നത് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ ജൂനിയർ സയൻസ് എന്നാണ്. ആദ്യക്ക് NSCJS എന്നും INJS എന്നും രണ്ട് പരീക്ഷകൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് ഉണ്ടായിരുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് പരീക്ഷകളും ക്ലബ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ എക്സാം ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അതാണ് IUQJS. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് പാർട്ടുകളുണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ട് 1 അവറിൻ്റെ ഒരു MCQ പേപ്പറും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 2 അവേഴ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുമാണ്. ഇതിൻ്റെ IUQJSന്റെ സിലബസ് എന്ന് പറയുന്നത് 8th, 9th, 10th ക്ലാസ്സുകളിലെ ടോപ്പിക്കുകൾ തന്നെയാണ്. പക്ഷേ ഈ ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി ഡെപ്തിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡുമായിട്ടാണ് അവർ അതിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ IUQJS എഴുതാൻ പറ്റുന്നത് 8th, 9th എല്ലാ കുട്ടികൾക്കും, 10th ചില കുട്ടികൾക്ക്, അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ചില ക്രൈറ്റീരിയയുടെ ബേസിസിൽ ചില കുട്ടികൾക്ക് 10th സ്റ്റാൻഡേർഡിലെ ചില കുട്ടികൾക്കും എഴുതാനായിട്ട് സാധിക്കും. ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെ കുറച്ചുകൂടി ഹയർ ലെവലിൽ ഞങ്ങൾക്ക് എടുത്തിരുന്നു. അത് കാരണം തന്നെ ഞങ്ങൾക്ക് അത് വളരെയധികം എക്സാം എഴുതുമ്പോൾ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ കോൺസ്റ്റന്റ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കൂ. ഇതിനു വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും ബ്രില്യൻറ്റ് ഞങ്ങൾക്ക് ചില മോക്ക് ടെസ്റ്റുകൾ IUQJSന് നടത്തിയിരുന്നു. ഇത് ഞങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്യുവാനായിട്ടും ചില പ്രോബ്ലം സോൾവിങ് ടെക്നീക്സ് പഠിക്കുവാനായിട്ടും ഞങ്ങൾക്ക് ബ്രില്യൻറ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് സെലക്ഷൻ ലഭിച്ചത്. നിങ്ങൾക്കും സെലക്ഷൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.